തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടക്കുന്ന ഭരതനാട്യ കലാകാരികളുടെ ഗിന്നസ് ലോക റെക്കോർഡ് പോരാട്ടത്തിനായി മക്കളുടെ കൂടെ ചുവടുവെക്കാൻ കണ്ണൂർ ജില്ലയിലെ അമ്മമാരും. നൃത്ത അധ്യാപികയായ ഷിംസി ഷിജിലിൻ്റെ പരിശീലനത്തിലാണ് കുട്ടികളും അമ്മമാരും ലോക റെക്കോർഡ് പ്രകടനത്തിന് ഒരുങ്ങുന്നത്. കൊച്ചിയിൽ ഒരേ വേദിയിൽ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 12,000 നർത്തകരാണ് ലോക റെക്കോർഡ് പ്രകടനത്തിനായി ഭരതനാട്യത്തിൽ അണിനിരക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഈ മാസം 29-ന് കൊച്ചിയിൽ ഒരേ വേദിയിൽ 12,000 നർത്തകർ അണിനിരക്കുന്ന ഭരതനാട്യം പ്രകടനത്തിനായുള്ള പരിശീലനത്തിന്റെ തയ്യാറെടുപ്പിലാണ് കണ്ണൂർ ജില്ലയിലെ അമ്മമാരും കുട്ടികളും. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ഭരതനാട്യ നർത്തകർ ഈ റെക്കോർഡ് പ്രകടനത്തിൽ മത്സരിക്കാനായി എത്തുന്നുണ്ടെങ്കിലും കണ്ണൂർ ജില്ലയിൽ മക്കളുടെ കൂടെ ചുവടുവെക്കാൻ അമ്മമാരും രംഗത്തെത്തിയെന്നുള്ളതാണ് പ്രത്യേകത. മന്ത്ര സ്കൂൾ ഓഫ് ഡാൻസിൽ പരിശീലനം നേടുന്ന 6 അമ്മമാരും 16 കുട്ടികളും ഉൾപ്പെടെ 22 പേരാണ് റെക്കോർഡ് പ്രകടനത്തിൽ പങ്കാളികളാകുന്നത്. നൃത്ത അധ്യാപികയായ ഷിംസി ഷിജിലിന്റെ നേതൃത്വത്തിലാണ് ഇവർ പരിശീലനം നേടുന്നത്. പതാക, ത്രിപതാക, അർദ്ധപതാക, കർത്തരീമുഖഃ, മയൂര, അർദ്ധചന്ദ്രശ്ച, Ta di stay stay ta ta stay stay ta di stay stay. കഴിഞ്ഞ 2 വർഷമായിട്ട് മന്ത്ര സ്കൂൾ ഓഫ് ഡാൻസ് വേറ്റുമല നടന്നു വരികയാണ്. അപ്പോൾ ഈ വർഷം ഡിസംബർ 29-ാം തീയതി കല്ലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടൊരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 22 കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അതിൽ തന്നെ കുട്ടികളും അവരെ രക്ഷിതാക്കളും ഉണ്ട്, അമ്മമാരും ഉൾപ്പെടുന്ന സംഘമാണ് പോകുന്നത്. ഒരു മാസമായിട്ട് ഇവിടുന്ന് പരിശീലനം കൊടുത്തു വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഒരു വർഷമായിട്ട് പഠിക്കുന്നതുണ്ട്, കുറച്ച് ആൾക്കാർ റീസെൻ്റ്ലി ജോയിൻ ചെയ്തവരും ഉണ്ട്. അവിടെ 12,000 ആൾക്കാർ ഒന്നിച്ചിട്ട് ഒരേ പെർഫോമൻസ് ചെയ്തിട്ടാണ് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റം ദിവ്യ ഉണ്ണി കൊറിയോഗ്രാഫി ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുമായിരുന്നു ടീച്ചേഴ്സിന്. നമ്മളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവിടെ പങ്കെടുപ്പിക്കുന്നു. റെക്കോർഡ് പ്രകടനത്തിനായി ഒരുങ്ങുന്ന അമ്മമാരിൽ പലരും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ നൃത്തത്തോടുള്ള അതിയായ താല്പര്യത്താൽ പരിശീലനത്തിനായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സമയം കണ്ടെത്തുകയാണ് ഇവർ. പേര് ശ്രുതി എന്നാണ്. മന്ത്ര ഡാൻസ് ഓഫ് സ്കൂളിൽ ഇപ്പോൾ 1.5 വർഷത്തോളം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡാൻസിനോടുള്ള അതിയായ ഒരു ഇഷ്ടം കാരണമാണ് മന്ത്രയിൽ ചേർന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് കലൂർ സ്റ്റേഡിയത്തിൽ 12,000 ഡാൻസേഴ്സ് ചേർന്ന് ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുക്കുന്നതിൽ ഞാനും അതിലൊരാളാണ്. അതുകൂടാതെ നമ്മളെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ അർച്ചന ഹൗസ് വൈഫാണ്, ലിബിഷ ബ്യൂട്ടീഷ്യനാണ്, മജ്നേച്ചി കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രജുല ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് നിർമ്മലേരി കോളേജിലെ. ലിജന ഹൗസ് വൈഫാണ്.
ആദ്യമായാണ് ഇത്തരം ഒരു ലോക റെക്കോർഡ് പ്രകടനത്തിൽ പങ്കാളികളാകുന്നതെന്നും തങ്ങളുടെ മക്കളുടെ കൂടെ ചുവടുവെക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും തങ്ങൾക്ക് ഈ അവസരം ഒരുക്കിത്തന്ന് നൃത്തത്തിൽ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ നൃത്താധ്യാപികയായ ഷിംസി ഷിജിലിനോട് ഏറെ നന്ദിയുണ്ടെന്നും അമ്മമാർ പറഞ്ഞു. നമ്മൾ ടീച്ചറും നമുക്ക് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കൂടുതലും സമയങ്ങൾ തരാറുണ്ട്. വൈകുന്നേരം 4 തൊട്ട് 8 വരെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ആരെങ്കിലും ഒരാളുടെ വീട്ടിലോ മറ്റോ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വലിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. തീർച്ചയായും അതിനൊരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. മൃദംഗവിഷന്റെ നേതൃത്വത്തിലാണ് മൃദംഗനാഥം 2024 എന്ന പേരിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മാസം 29-ന് 12,000 ഭരതനാട്യം നർത്തകർ അണിനിരക്കുന്ന ഗിന്നസ് ലോക റെക്കോർഡ് പ്രകടനം നടക്കുന്നത്. നർത്തകിയും നടിയുമായ ദിവ്യ ഉണ്ണിയാണ് ബ്രാൻഡ് അംബാസിഡർ. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.